അച്ഛാ അച്ഛാ എനിക്ക് ബുക്ക് ഇഷ്ടാണ്. നോക്കുതാ കടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെയല്ലേ ഡ്യൂട്ടി? അതെ, കോസ്റ്റ്യൂസായി. എന്തായാലും സ്റ്റേഷനിൽ ബ്രേക്ക് കിട്ടിയില്ലേ? ഇപ്പോഴും നമ്മൾ ഡ്യൂട്ടി തന്നെ നടക്കട്ടെ. ആരെ പിടിക്കാനാ? നമ്മുടെ കയ്യിൽ കുറച്ച് സസ്പെക്ട്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അതെ അല്ലേ? ഓക്കെ. ശരി എന്നാ. അവിടെയാ. അതെ, എനിക്കൊരു സംശയം സാറേ. നമ്മളിവിടെ നിൽക്കുന്നത് ആ റൈറ്ററെ പിടിക്കാനാണോ അതോ ഇവന്മാർക്കൊക്കെ വഴി പറഞ്ഞു കൊടുക്കാനാണോ? എനിക്കും ആ സംശയമുണ്ട്. ഈ ധനലക്ഷ്മി ബാങ്ക് നേരെ അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ. ലീവ് ചോദിച്ചാൽ ഇവൻ കാരണം അതുപോലും കിട്ടാണ്ടായി. ഒരു 2 ദിവസത്തേക്ക് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ പറയണ്ട പോരെ. தம்பி பக்கத்தில் சாப்பிட ஏதாவது நல்ல ஹோட்டல் இருக்கா? ஹலோ சார், ஹலோ. ஓ, கண்ணு தெரியாதா? சரி, காது கேட்கும்ல. ஹலோ, என்னப்பா தம்பி, கேட்குதா? അച്ഛാ എനിക്കെന്തായിരുന്നു കൊടുക്കാ? വാ നോക്കാം. என்னப்பா கேட்டுட்டே இருக்கிறேன் தம்பி. ஏய் ஏய், அட பாவீங்களா, கண்ணு தெரியாதுன்னு சொல்லி இப்படி ஓடுறீங்களேடா. ഹായ്, എലീനെ കിട്ടി. ഹലോ. ഓക്കെ, ഗുഡ്. അച്ഛാ എലീനെ കൊല്ലോ അച്ഛാ. അച്ഛൻ വന്നിട്ട് നോക്കാം കേട്ടോ. അതെ, ഞാൻ പോയിട്ട് വരുന്നവരെ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇവിടെ നോക്കണം. അതിനൊന്നും ചെയ്യണ്ട, ഞാൻ വന്നിട്ട് നോക്കാം കേട്ടോ. ഞാൻ പോയിട്ട് വരാവേ. ബൈ. മോൾക്ക് വല്ലതും കഴിക്കാൻ Okay, തരട്ടെ? bye. വാ, മോൾക്ക് എന്താ വേണ്ടേ പറ. You gotta be kidding me. I wish I was. But I don't. നിശയാണ് സാർ. എടോ, തൻ്റെ വൈഫിനോട് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ടില്ല. തന്നെ വിളിച്ച് ആദ്യം പറയാമെന്ന് വിചാരിച്ചു. കോൾ എടുക്കും. ഹലോ. ആ വിനു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അവർക്ക് ആളെ കിട്ടിയെന്ന്. ഞാൻ അങ്ങോട്ട് പോവാ. വിനു അങ്ങോട്ട് വരില്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ഐ വിൽ ബി ദർ. ഓക്കെ, ശരി.
ആ വരൂ നിഷ, ഇരിക്കൂ പ്ലീസ്. സർ ആളെ കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. വേറെ സി നിങ്ങളുടെ ഓഫീസിലെ നാളിൽ പോസ്റ്റ് ചെയ്യാൻ വെച്ച കത്തുകളുടെ കൂട്ടത്തിൽ ഇതുകൊണ്ടായിരുന്നു. നളിൻ പറഞ്ഞത് നിഷയാണ് ഈ കത്തൊക്കെ പോസ്റ്റ് ചെയ്യാൻ കൊടുത്തതെന്ന്. യു ആർ ദ റൈറ്റർ. Look Nisha, we just need an explanation. സർ ഐ ഡോണ്ട് ഹാവ് വൺ. ഇൻഫാക്ട് നിങ്ങളല്ലേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ടേ? നളിന് ഡെയിലി ഞാൻ മെയിൽസ് പോസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. എന്ന് വെച്ച് ഈ ലെറ്റർ ഞാനാ എഴുതിയെന്ന് പറഞ്ഞാൽ ഇത് നോക്ക്, ഈ ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ ആണെന്നാണോ? ദിസ് ഇസ് നോട്ട് മൈ ഹാൻഡ് റൈറ്റിംഗ്. നിങ്ങളെന്താ ആളെ കളിയാക്കാണോ? ആരും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയാ? Take it easy Nisha. നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. വെറുതെ ഇങ്ങനെ. ഈ പേപ്പറിൽ കാണുന്ന ആളല്ലേ നിങ്ങൾ എല്ലാ സ്ഥലത്തും വെച്ച് കാണുന്നത്? ആ ഇയാളല്ലേ നമ്മളന്ന് സ്കെച്ച് ചെയ്തത്? നിഷ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അയാൾ മരിച്ചിട്ട് 14 വർഷങ്ങളായി. നിങ്ങൾ എന്തേ പറഞ്ഞു വരുന്നേ? ഞാൻ പ്രേതത്തെയാണ് കാണുന്നതെന്നോ? അതെനിക്ക് വട്ടാണെന്നോ? ഈ ന്യൂസ് പേപ്പർ, ഈ ലെറ്റർ, ഇതൊക്കെ ശരിക്കുള്ളതാണോ? നിഷ എന്താ പറഞ്ഞു വരുന്നത്? സർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഫ്രെയിം ചെയ്യുന്നേ? ഞങ്ങൾ എന്തിനാ നിഷയെ ഫ്രെയിം ചെയ്യുന്നത്? കംപ്ലൈന്റ് തന്നത് നിഷ തന്നെയല്ലേ? അതെനി എനിക്കും ചോദിക്കാനുള്ളേ. ഇതൊക്കെ ഞാൻ തന്നെയാ ചെയ്തെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ കംപ്ലൈന്റ് ചെയ്യണേ? സർ ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. വരാൻ പറയും. ഞാൻ വിനീതിനോട് എങ്ങനെ? നിഷ, ആദ്യം വന്ന ബ്ലാക്ക് മെയിൽ കോൾ അത് റിയലായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഐ എം സോറി. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഐ മസ്റ്റ് ബി ക്രേസി. നിങ്ങളെന്നെ പണിഷ് ചെയ്യോ? Look Nisha, more than anything, we would like to help you. വിനു, ഇവരെന്തൊക്കെയോ പറയണു വിനു, എനിക്ക് അറിയില്ല. ഞാൻ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല വിനു. ഒന്നും പറ അവരോട്, പറ. It's okay, Nisha. It's okay. It's okay. വിനു, നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ട്. We would certainly like to know how and why these things happened. എല്ലാറ്റിൻ്റെയും റൂട്ട് കോസ് നിങ്ങൾക്കും അറിയണമെന്നുണ്ടെങ്കിൽ മേ ബി വി ക്യാൻ ട്രൈ. അറിയണം സാർ, പക്ഷേ എങ്ങനെ? നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളെ ഞങ്ങൾക്കറിയാം.